ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ വീണ്ടും അങ്ങനെ പുഴ കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പുഴ എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും ചെറിയൊരു വെള്ളച്ചാട്ടം പോലൊരു സ്ഥലമാണിത്. വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയും വന്ന സ്ഥിതിക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പുഴ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഞാനിവിടെ നേരത്തെ മഴ ഇല്ലാത്ത സമയത്ത് വന്നപ്പം വെള്ളം തീരെ കുറവായിരുന്നു. ഇപ്പം മഴയുള്ള കാരണം അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനും അതുപോലെ തന്നെ കാണാനും പറ്റിയ അടിപൊളി സ്ഥലമാണിത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് മഴ അങ്ങ് ചെറുതായിട്ടൊന്ന് തൂളാനായിട്ട് തുടങ്ങിയത്. പിന്നെ ഒരു ചെറിയ പ്രശ്നം എന്നാന്ന് വെച്ചാൽ നടക്കുന്തോറും എല്ലാവരുടെ കാലിനും ഭാരം കൂടി കൂടി വരികയായിരുന്നു. ഇവിടുത്തെ മണ്ണ് കുഴഞ്ഞ മണ്ണാണ്. പിന്നെ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ കാലിന് അരക്കുപോലെ പറ്റിപ്പിടിച്ചിരിക്കുമായിരുന്നു. പിന്നെ പോരുന്ന വഴിക്ക് വെള്ളത്തിൽ നല്ലവണ്ണം കഴുകിയാണ് പോകുന്നത് ഞങ്ങൾ. പിന്നെ ഇവിടെ ഞങ്ങൾ ഒത്തിരി ആടിനെ കണ്ടു. ആടുകൾ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സാധാരണ നാട്ടിലുള്ള ആടുകളിനേക്കാളും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഏത് തരം ആടാണെന്ന് എനിക്കറിയില്ല. പിന്നെ ചില ആടുകളുടെ ചെവിയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി അതിൻ്റെ ചെറിയ ഷേപ്പിനൊക്കെ വ്യത്യാസമുണ്ടെന്ന്. എന്തോ വേറൊരു ആകൃതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോരുകയാണ് ചെയ്തത്. പിന്നെ വിഷ്ണുവിൻ്റെ അമ്മയച്ഛനൊക്കെ ഉള്ള കാരണം വിഷ്ണുവിൻ്റെ അമ്മയുടെ ഐഫോണൊക്കെ ആയതുകൊണ്ട് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ പയ്യെ തിരിച്ച് മടങ്ങുകയാണ് ചെയ്തത്. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോരാൻ നേരത്തെ മഴയൊന്നും ഇല്ലായിരുന്നു. മഴയൊക്കെ ചെറുതായിട്ടങ്ങ് മാറി. പിന്നെ കുറേ ആടുകളൊക്കെ ഉള്ള കാരണം ആടിനെ കണ്ട് ഞങ്ങളങ്ങ് മടങ്ങുകയാണ് ചെയ്തത്.